ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള പ്രസംഗ പരമ്പരയുടെ 29ാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇനി ലോകത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും മഹത്വപൂർണ്ണമായ കാര്യം യേശു കർത്താവിൻ്റെ മടങ്ങിവരവാണ്. ബേഥലഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു അതിനു മുൻപായി വളരെ വ്യക്തമായി കൃത്യമായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും എന്ന് കർത്താവ് വളരെ ഉറപ്പായിട്ട് വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത്. അതെ, നമ്മുടെ കർത്താവ് വരും, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിൽ ഞാനും നിങ്ങളും തള്ളപ്പെടുമോ? തള്ളപ്പെടാതിരിപ്പാൻ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? യേശുവിൻ്റെ വരവിൽ തള്ളപ്പെട്ടാൽ പിന്നീട് ഒരു നരകം മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടാൽ മരണമില്ലാത്ത തേജസ്സുള്ള ഒരു ശരീരത്തിൻ്റെ ഉടമയായി നമ്മൾ തീരുന്നു. പിന്നീട് ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം മുഴുവൻ യാത്ര ചെയ്യുവാനും കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരു ഭരണകർത്താവായിരിക്കാനും കർത്താവിനെ മുഖാമുഖമായി നിത്യതയോളം ആരാധിക്കുവാനും നമുക്ക് കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടുക എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. യേശു കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ നാം എന്തു ചെയ്യണം എന്നുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഇന്നും ആ വിഷയം തുടരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിദേശത്തേക്ക് യാത്ര ചെയ്യുവാനായിട്ട് വീസയ്ക്ക് അപേക്ഷിച്ച ഭാര്യയും ഭർത്താവിനും മക്കൾക്കും, ഭർത്താവിനൊഴികെ ബാക്കിയുള്ളവർക്കെല്ലാം വീസ ലഭിക്കുന്ന ഒരനുഭവം വളരെ ദുഃഖകരമായ കാര്യമാണ്. പോലീസ് വെരിഫിക്കേഷനിൽ ഭർത്താവിൻ്റെ പരാജയമായിരുന്നു ആ വീസ റിജക്റ്റ് ചെയ്യുവാനായിട്ടുള്ള കാരണം. ഇതുപോലെ അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. കർത്താവിൻ്റെ വരവിൽ ഞാനും നിങ്ങളും എടുക്കപ്പെടണമെങ്കിൽ വേദപുസ്തകം അഥവാ നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ ചില യോഗ്യതകളുണ്ട്. അത് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ മനസ്സിലാക്കി അതിന് നമുക്ക് യോഗ്യരാകുവാനുള്ള അവസരങ്ങളുണ്ട്. അതിനുള്ള കൃപ കർത്താവ് നൽകും. ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. ഉപജീവന ചിന്തകൾ, അമിതമായ ഭക്ഷണം, മദ്യപാനം, ഇവയൊക്കെ കർത്താവിൻ്റെ വരവിൽ നാം തള്ളപ്പെടുവാൻ, നമ്മളെ അയോഗ്യരാക്കുവാൻ കാരണമായി തീരാം. ഇത് സംബന്ധിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 33 മുതലുള്ള വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഇവിടെ നമ്മുടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ അതിഭക്ഷണം, അമിതമായ ഭക്ഷണം കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ തള്ളപ്പെടുവാൻ ഒരു കാരണമായി തീരാം. അതിഭക്ഷണം നമ്മളെ രോഗിയാക്കുക മാത്രമല്ല, പല തെറ്റായ മേഖലകളിലേക്ക് നമ്മളെ നയിക്കുവാൻ അതൊരു കാരണമായി തരും. ജീവിക്കുവാനുള്ള ഭക്ഷണം നമുക്ക് വേണം, ജീവിക്കുവാനുള്ള ഭക്ഷണം നാം കഴിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്, അത് ദൈവം നൽകുന്ന കാര്യമാണ്. എന്നാൽ അമിത ഭക്ഷണം അപകടമാണ്. ഇന്ന് പലർക്കും പ്രാർത്ഥിക്കുവാൻ സമയമില്ല, ആരാധിക്കുവാൻ സമയമില്ല. ഭക്ഷണം കഴിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്. അവർ
രോഗികളായി മാറുകയാണ്, ക്ഷീണിതരായി മാറുകയാണ്. അത് കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മദ്യപാനം. നിൻ്റെ അജീർണത നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക എന്ന് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതുകൊണ്ട് മദ്യപിക്കുന്നതൊന്നും വലിയ തെറ്റില്ല എന്ന് ലാഘവത്തോടെ പറഞ്ഞ് മദ്യപിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ, വീഞ്ഞ് ശരീരത്തിന് നല്ലതാണ്, എന്നാൽ അത് മദ്യമാകുമ്പോൾ അപകടകരമാണ്. മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും വേദന സംഹാരിയായിട്ട് ഡോക്ടർമാർ ഉപയോഗിക്കാറുണ്ട്, ഡോക്ടർമാർ രോഗികൾക്ക് നൽകാറുണ്ട്. അത് കുറ്റകരമല്ല. എന്നാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുക സുബോധത്തെ നശിപ്പിക്കുക, ദൈവം നൽകിയ ശരീരത്തെ നശിപ്പിക്കുക, അതിനുവേണ്ടി അത് തന്നെ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന അതേ മരുന്ന് തന്നെ തെറ്റായ നിലയിൽ ഉപയോഗിച്ചാൽ അത് കുറ്റകരമാണ്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി കൃത്യമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപാനം നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തും, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തും, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ തകർക്കാം, നിങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാം, നിത്യനരകത്തിലേക്ക് നിങ്ങളെ നയിക്കാം. കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ അയോഗ്യരായിട്ട് എണ്ണപ്പെട്ട് തള്ളപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണം. മദ്യപാന ആസക്തിയിലാണോ നിങ്ങൾ എങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ നിങ്ങളെ വിടുവിക്കുവാൻ കർത്താവ് ശക്തനായ ദൈവമാണ്. അങ്ങനെ എത്രയോ മദ്യപാനികളെ കർത്താവ് വിടുവിച്ചത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സത്യങ്ങളാണ്. അതുപോലെ ഉപജീവന ചിന്തകൾ നല്ലതാണ്. പക്ഷേ ചിലർക്ക് ഉപജീവന ചിന്തകൾ മാത്രമേ ഉള്ളൂ. പാർക്കാൻ വീടുണ്ടെങ്കിലും, യാത്ര ചെയ്യാൻ വാഹനമുണ്ടെങ്കിലും, ഭക്ഷിപ്പാൻ ആഹാരമുണ്ടെങ്കിലും പിന്നെയും ഉപജീവന ചിന്തയാണ്. നാളത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ, ബൈബിൾ വായനയില്ലാതെ, ഉപജീവനത്തിനു വേണ്ടി രാത്രിയും പകലും ഓടി ആരാധന സമയം പോലും മാറ്റിവെച്ചിട്ട് ഓടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അവരൊക്കെ അപകടക്കെണിയിലേക്കാണ് നീങ്ങുന്നത്. കർത്താവിൻ്റെ വരവിൽ അവർ തള്ളപ്പെട്ടു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് പെട്ടെന്ന് ഒരു കെണി പോലെ സംഭവിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞത്. ഉപജീവന ചിന്തയുമായിട്ട് രാത്രിയുടെ യാമങ്ങളിൽ ഇറങ്ങി നടക്കുന്ന എലികൾ അവയ്ക്കിഷ്ടമുള്ള ചില മീൻ്റെയോ മറ്റെന്തെങ്കിലും സ്മെല്ല് കിട്ടിക്കഴിയുമ്പോൾ അവിടേക്ക് ഓടിച്ചെല്ലും, അതിൽ ചാടിപ്പിടിക്കും. അപ്പോഴാണ് അവർ എലിപ്പെട്ടിക്കകത്തായിപ്പോയി ഒരു കെണിയിലകപ്പെട്ടു എന്ന് അറിയുന്നത്. പിന്നെ അവർ കൊല്ലപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, മദ്യപാനവും അതിഭക്ഷണവും തെറ്റായ ഉപജീവന ചിന്തകളും കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടുവാൻ, നമ്മളെ അയോഗ്യരായി എണ്ണുവാൻ സാധ്യതയുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി വളരെ ബുദ്ധിപരമായി നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. നോഹയുടെ കാലത്ത്, ലോത്തിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് ഉപജീവന ചിന്തയുള്ളായിരുന്നു. അമിത ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഖാന്തരമുള്ള ദുർനടപ്പുകളെ അവർക്കുണ്ടായിരുന്നുള്ളൂ. മദ്യപാനമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. സൃഷ്ടിതാവായ ദൈവത്തെ അറിയുവാനോ ആരാധിക്കുവാനോ ഒന്നും അവർക്ക് സമയമുണ്ടായിരുന്നില്ല. ജലപ്രളയം വന്നു, അഗ്നിപ്രളയം വന്നു. ലോത്തിൻ്റെ കാലം, നോഹയുടെ കാലം എത്ര ഭയാനകമായിട്ടാണ് തകർന്നു പോയതെന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ കർത്താവിൻ്റെ വരവിൽ എനിക്കും നിങ്ങൾക്കും സംഭവിക്കാതിരിക്കാനായിട്ട് അമിതത്തിൽ നിന്ന്, ഉപജീവന ചിന്തയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന് ഞാനും നിങ്ങളും സമ്പൂർണ്ണമായിട്ട് രക്ഷപ്പെടേണ്ടതാണ്. ഇതൊരു അപകടക്കെണിയാണ് എന്ന് കർത്താവ്
നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. കർത്താവിൻ്റെ വരവ് വളരെ സമീപിച്ചിരിക്കുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിൽ നാം സഭായോഗങ്ങൾ മുടക്കരുത്. സ്നേഹത്തിലും സൽപ്രവൃത്തിക്കുമൊക്കെ നമ്മൾ മുതിർന്നവരായിത്തീരണം. കാരണം കർത്താവിൻ്റെ വരവിൽ നാം അങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. ഇത് സംബന്ധിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുക. ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളണം എന്നാണിവിടെ ദൈവജനം നമ്മളോട് പറയുന്നത്. ഏത് കാര്യങ്ങളിൽ? സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കാതിരിക്കുക. എത്രയോ ക്രൈസ്തവ സ്നേഹിതർ കർത്താവിനെ ആരാധിക്കേണ്ട ആരാധന ദിവസങ്ങളിൽ, അവരുടെ സഭായോഗങ്ങളിൽ കൂട്ടായ്മകൾ ഉപേക്ഷിച്ചിട്ട് അവരുടെ സ്വന്തം കാര്യത്തിനു വേണ്ടി അവരോടുന്നു. വീട്ടിലേക്ക് വന്ന ചില വിരുന്നുകാർക്ക് വേണ്ടി അവരന്നത്തെ സഭായോഗം മുടക്കുന്നു. ചിലരെ കാണേണ്ടതിന് വേണ്ടി സഭായോഗ ദിവസം ഉപയോഗിക്കുന്നു. സ്വന്തം കാര്യത്തിനു വേണ്ടി ഓടി നടക്കുകയാണ്. അങ്ങനെ ആരാധനയില്ലാതെ, കൂട്ടായ്മയില്ലാതെ, ആത്മീകമായി വരണ്ട് ഉണങ്ങിയിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ചിലരത് ചെയ്യുന്നുണ്ട്. അവരെപ്പോലെ നിങ്ങൾ ചെയ്യരുത്. അവർ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടേണ്ടവരാണ്. അവർ നിത്യനരകത്തിലേക്ക് പോകേണ്ടവരാണ്. അവരെപ്പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാൻ ഇടയാകരുത്. നിങ്ങൾ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ബൈബിൾ, കർത്താവിൻ്റെ വചനം നമ്മളോട് ശക്തമായിട്ടാണ് പറയുന്നത്. മാത്രമല്ല, തമ്മിൽ പ്രബോധിപ്പിക്കണം. യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ആത്മീകമായ കാര്യങ്ങൾ പറയണം. നാം ചെല്ലുന്നിടത്തൊക്കെ അവരുടെയും ഇവരുടെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് സമയം പാഴാക്കരുത്. കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കരുത്. അതിന് പകരമായിട്ട് തമ്മിൽ പ്രബോധിപ്പിക്കണം. ആത്മീക വർധന വരുത്തുന്ന കാര്യം പറയണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയണം. നാളടുത്തിരിക്കുന്നു എന്ന് അറിയാവുന്നത് കൊണ്ട് ഇത് അധികമായിട്ട് ചെയ്യണം. സ്നേഹം വർദ്ധിപ്പിക്കണം. സൽപ്രവൃത്തികൾ വർദ്ധിപ്പിക്കണം. കാരണം കർത്താവിൻ്റെ വരവടുത്തു. സ്നേഹം വർദ്ധിപ്പിക്കുന്നവരെയും സൽപ്രവൃത്തികൾ വർദ്ധിപ്പിക്കുന്നവരെയും സഭായോഗങ്ങൾ മുടക്കാത്തവരെയും തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരെയും ചേർക്കുവാനാണ് യേശു കർത്താവ് വരുവാൻ പോകുന്നത്. കർത്താവിൻ്റെ വരവിൽ ഈ കാര്യങ്ങളിൽ ഞാനും നിങ്ങളും യോഗ്യരല്ലെങ്കിൽ, അയോഗ്യരായിട്ട് കണ്ടാൽ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നെത്ര കൃത്യമായിട്ടാണ്, എത്ര വ്യക്തമായിട്ടാണ് ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ കർത്താവ് തൻ്റെ കാന്തയെ ചേർക്കാൻ വരികയാണ്. തൻ്റെ കാന്ത നിഷ്കളങ്കയായിരിക്കണം, നിർമ്മലതയുള്ളവളായിരിക്കണം, വിശുദ്ധിയുള്ളവളായിരിക്കണം എന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. നിങ്ങളൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ ആ യുവതി നിഷ്കളങ്കയായിരിക്കണം, നിർമ്മലയായിരിക്കണം, വിശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന് നമ്മൾ നിർമ്മലരായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബൈബിൾ പറയുകയാണ്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും
എന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ നാം എങ്ങനെ ഇരിക്കും, നാം ആരായിരിക്കും എന്നതിനെക്കുറിച്ച് ഇതുവരെയും പ്രത്യക്ഷമായിട്ട് നമുക്കറിഞ്ഞുകൂടാ. യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പം നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം കർത്താവിൻ്റെ വരവിൽ എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് വരുമ്പോൾ നാം കർത്താവിനെ പോലെ ആയിരിക്കും. ആ വാക്യത്തിൻ്റെ അർത്ഥം കർത്താവിൻ്റെ രൂപാകൃതി നമുക്കുണ്ടായിരിക്കുമെന്നല്ല, നമുക്ക് നമ്മുടേതായ രൂപാകൃതി തന്നെയായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്, മരണമില്ലാത്ത ശരീരമാണ്, പ്രപഞ്ചത്തിൽ എവിടെയും പോകുവാൻ കഴിയുന്ന ശരീരമാണ്, നരജരകൾ ബാധിക്കാത്ത ശരീരമാണ്. അങ്ങനൊരു ശരീരമാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ കർത്താവിനെ കണ്ടാൽ നമുക്ക് കർത്താവാണെന്നറിയാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാർക്ക് കർത്താവിനെ തിരിച്ചറിഞ്ഞു. ഇതുപോലെ ഞാനും നിങ്ങളും കർത്താവ് വരുമ്പോൾ മരിച്ചു പോയെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടും. അപ്പോൾ നമ്മുടെ രൂപാകൃതി നമുക്ക് തിരിച്ചറിയാൻ കഴിയും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ രൂപാകൃതിയൊന്നും നഷ്ടപ്പെടുകയില്ല. പക്ഷെ നമുക്ക് നരജരകളൊന്നും ഉണ്ടായിരിക്കുകയില്ല, നമുക്ക് മരണമുണ്ടായിരിക്കുകയില്ല. നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം സ്വർഗീയ ശരീരമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിനുള്ളതുപോലുള്ള ശരീരം നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഏത് പ്രത്യാശയുള്ളവർക്കാണ്? കർത്താവിൻ്റെ വരവിൽ പോകാനായിട്ട്. എൻ്റെ കർത്താവ് വരുമെന്നും അന്ന് ഞാൻ മരിച്ചു പോയെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും അന്ന് ഞാൻ ജീവനോടിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടുമെന്നും എൻ്റെ കർത്താവിൻ്റെ മരണമില്ലാത്ത ശരീരത്തോട് ഞാൻ അനുരൂപപ്പെടുമെന്നും മരണമില്ലാത്തൊരവസ്ഥയിൽ എൻ്റെ കർത്താവിനോടൊപ്പം നിത്യത മുഴുവൻ ഞാൻ ആരാധിക്കുമെന്നുമുള്ള പ്രതീക്ഷയുള്ളവൻ, വിശ്വാസമുള്ളവൻ, ആഗ്രഹമുള്ളവൻ എന്തു ചെയ്യണം? നമ്മുടെ കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. ചതിയും വഞ്ചനയും കാപഠ്യവും ഭോഷ്കും എല്ലാം കൂടെ വെച്ചുകൊണ്ട് ആത്മീകനായി അഭിനയിച്ചാൽ, പ്രസംഗിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, പാടിയാൽ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിച്ചാൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധ്യതയില്ലെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് ആരെയും ചതിച്ചിട്ടില്ല, നമ്മുടെ കർത്താവ് ആരെയും വഞ്ചിച്ചിട്ടില്ല, നമ്മുടെ കർത്താവ് ആരെയും കൊന്നിട്ടില്ല, നമ്മുടെ കർത്താവ് ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ആ കർത്താവിനെ പോലെ ഞാനും നിങ്ങളും ആയിത്തീരണം. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടേണ്ടതിന് വേണ്ടി, ഒരു പുനരുദ്ധാന ശരീരം ലഭിക്കപ്പെടേണ്ടതിന് വേണ്ടി, കർത്താവിൻ്റെ വരവിൽ അയോഗ്യനായിട്ടെണ്ണി തള്ളപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി. കർത്താവിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം തന്നെത്താൻ ഒരുക്കണം. ക്രിസ്തു എന്ന ഏക പുരുഷന് നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്നാൽ സാത്താൻ ഹൗവായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഏകാഗ്രത വിട്ട് നമ്മുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറഞ്ഞ വാക്കുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടില്ലേ? കറയും കളങ്കവും വാട്ടവും മാലിന്യവുമില്ലാത്ത ഒരു കാന്തയെ സഭയെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുക. കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിനും
തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, പാപിയായിരുന്ന, നരകത്തിന് യോഗ്യരായിരുന്ന യേശു കർത്താവിൻ്റെ കാന്തയാകാൻ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ കാന്തയായി തീരേണ്ടതിനു വേണ്ടി, അയോഗ്യരായ നമ്മളെ യോഗ്യരാക്കേണ്ടതിനു വേണ്ടി ദൈവത്തോട് സമനായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വിശുദ്ധ കന്യക മേരിയുടെ ഉദരത്തിൽ 10 മാസം താമസിച്ച് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ കിടന്ന് ഇവിടെ വിശന്നും ദാഹിച്ചും അപമാനിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും ഞാനും നിങ്ങളും കൊള്ളേണ്ട ചാട്ടവാറിൻ്റെ അടികൾ കൊണ്ടും ഞാനും നിങ്ങളും ധരിക്കേണ്ട മുൾക്കിരീടം ധരിച്ചും ഞാനും നിങ്ങളും ചുമക്കേണ്ട ക്രൂശ് ചുമന്നും ഞാനും നിങ്ങളും തറയ്ക്കപ്പെടേണ്ട ക്രൂശിൽ തറയ്ക്കപ്പെട്ട് ഞാനും നിങ്ങളും വിരൂപമാക്കപ്പെടേണ്ടിടത്ത് വിരൂപമാക്കപ്പെട്ട് ക്രൂശിൽ യേശു മരിച്ചത് നമ്മുടെ പാപക്കറകളെ കഴുകി നമ്മളെ കർത്താവിൻ്റെ കാന്തയാക്കേണ്ടതിന് വേണ്ടിയാണ്, യോഗ്യരാക്കേണ്ടതിന് വേണ്ടിയാണ്. വീണ്ടെടുപ്പിലൂടെ, നീതീകരണത്തിലൂടെ, വിലയ്ക്ക് വാങ്ങുന്നതിലൂടെ നമ്മളെ യോഗ്യരാക്കുകയായിരുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയതും ദൈവത്തിൻ്റെ വചനം നൽകിയതും അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടകന്മാരെയും സുവിശേഷകന്മാരെയും എല്ലാം നമുക്ക് നൽകിയത് നാം കറയും കളങ്കവും വാട്ടവും മാലിന്യവുമില്ലാതെ തേജസ്സോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ കർത്താവിൻ്റെ വരവിൽ നിൽക്കേണ്ടതിന് വേണ്ടിയാണ്. ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടും ഞാനും നിങ്ങളും ഒരുങ്ങാതിരുന്നാൽ, ഉണരാതിരുന്നാൽ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കറയും കളങ്കവും വാറ്റവും മാലിന്യവുമില്ലാത്ത തേജസ്സുള്ള കന്യകയായിട്ട് കർത്താവിൻ്റെ മുൻപിൽ അവർ ചെന്ന് നിൽക്കും. എന്നാൽ രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, അഭിഷേകം പ്രാപിക്കാതെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട്, രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടും ഈ സത്യമെല്ലാം അറിഞ്ഞിട്ടും സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചും ഉപജീവന ചിന്തകൾക്ക് വേണ്ടിയും മദ്യപാനത്തിനും അതിഭക്ഷണത്തിനും വേണ്ടി സമയം മുഴുവൻ ചിലവഴിച്ച് കറയും കളങ്കവും പിടിച്ച് വാട്ടവും മാലിന്യവും പിടിച്ച് ജീവിച്ചാൽ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നരകം മാത്രമേ ഉള്ളൂ. ആകയാൽ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടുവാൻ പാടില്ല. നമ്മുടെ കർത്താവ് വരാറായി. ഒരുങ്ങിയിട്ടുണ്ടോ? ഉണർന്നിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും? ഇന്ന് കർത്താവ് വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലോത്തിൻ്റെ ഭാര്യയെപ്പോലെയാണോ? എങ്കിൽ മാനസാന്തരപ്പെടേണ്ട സമയമാണ്, മടങ്ങി വരേണ്ട സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങ് വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അങ്ങേ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഞങ്ങളുടെ കർത്താവേ, ഞാനും എൻ്റെ പ്രേക്ഷകരും അങ്ങയുടെ വരവിൽ അവിടുത്തെ സവിധയെ എടുക്കപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതനുസരിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിലാരും കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള 30ാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.